വെറും ആര്യനും ഞാനും കൂടെ ഈ അക്ബറിക്കാടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പം നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ ബിൻസിയുടെ ക്ലീവേജ് കണ്ടു മോളെ, അപ്പൊ എനിക്ക് വിഷമമായി, അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് നേർ കാണുന്നുള്ള സാധനം, അപ്പൊ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ടെന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് എല്ലാം അവസാനിച്ചു. ഇത്തവണ ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയ ഒട്ടുമിക്ക മത്സരാർത്ഥികളും അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെ? പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബിഗ് ബോസ് മത്സരിച്ച് 2-3 ആഴ്ച കഴിഞ്ഞിട്ടും ബിഗ് ബോസിൽ നിന്ന് തനിക്ക് കിട്ടിയ നെഗറ്റിവിറ്റി മാറാത്ത 1-2 മത്സരാർത്ഥികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെ? അതിലൊരാളാണ് ശൈത്യ, മറ്റൊരാൾ RJ ബിൻസി. ശൈത്യയെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി മാസീവ് സൈബർ അറ്റാക്ക് ആണ് ആൾക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആൾക്ക്. എന്താണ് കാരണം? ബിഗ് ബോസിനകത്ത് വെച്ച് അനുമോളുടെ പിന്നിൽ നിന്നും കുത്തിയെന്ന് പറയപ്പെടുന്നത് തന്നെ. ഇപ്പോഴും ഇവിടുത്തെ ഓഡിയൻസിന് അതിന് കലിപ്പും ഫ്രസ്ട്രേഷനും തീരുന്നില്ലെന്ന് തോന്നുന്നു. ആളങ്ങ് സൈബർ അറ്റാക്ക് ചെയ്ത് കൊന്നോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഇവിടുത്തെ മലയാളി ഓഡിയൻസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഗെയിമിനെ ഗെയിമായി കാണാൻ പറ്റാത്ത ആൾക്കാരാണ്. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസിൽ ഒരാൾ 100 ദിവസം എങ്ങനെ നിൽക്കുന്നു അത് നോക്കിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഒരാളുടെ സ്വഭാവം വിലയിരുത്തുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഒരാൾ പോസിറ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അയാൾ എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ധാരണ. നെഗറ്റീവായി ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിലോ പിന്നെ അവരങ്ങ് കൊന്നു കളയും. സൈബർ അറ്റാക്ക് ചെയ്ത് അവരങ്ങ് ഇല്ലാണ്ടാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ബിഗ് ബോസ് കാരണം നന്നായവരെക്കാളും ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ബിഗ് ബോസ് കാരണം ജീവിതം നശിച്ചു പോയവരാണ്. ബിഗ് ബോസിലെ 2nd സീസൺ തൊട്ട് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശൈത്യയും RJ ബിൻസിയും ഒക്കെ. ശൈത്യയെ സംബന്ധിച്ചിടത്തോളം അവള് ബിഗ് ബോസിൽ ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും മതിയാകാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ പലരും 2 കൊല്ലം മുന്നത്തെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. 2 കൊല്ലം മുമ്പത്തെ കാര്യം പലർക്കും അറിയുമായിരിക്കും. ഈ പറയുന്ന ശൈത്യയും ശൈത്യയുടെ അമ്മയും സൂപ്പർ അമ്മയും മകളും എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അമൃത ടിവിയിലെ 2 കൊല്ലം മുന്നേ. അന്ന് അവർക്ക് അവിടെ വെച്ച് 5ാം സ്ഥാനം കിട്ടുകയും ആ 5ാം സ്ഥാനം നിരസിച്ചുകൊണ്ട് അവരവിടെ നിന്നും ഇറങ്ങി പോരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളടക്കം അന്ന് അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശൈത്യക്ക് ബിഗ് ബോസിൽ നിന്ന് നെഗറ്റീവായ വേളയിൽ പലരും അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് നന്നായി ട്രോളുന്നുണ്ട്. ഉള്ളത് പറയാലോ, അതൊക്കെ കുറച്ച് ഓവറാണ്. ഇപ്പൊ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരാൾ എന്തെങ്കിലും നെഗറ്റീവ് ആയി കഴിഞ്ഞാണെങ്കിൽ, എസ്പെഷ്യലി ബിഗ് ബോസിൽ നിന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ വ്യക്തിയെ മാക്സിമം താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയെ കുറിച്ചുള്ള മാക്സിമം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമുക്ക് അത് അംഗീകരിച്ച് കൊടുക്കാം. നമ്മൾ അങ്ങനെ പല ആൾക്കാരെയും ട്രോൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ രേണുസുതിക്ക് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആയ സമയത്ത് നമ്മൾ എത്രയോ രേണുസുദിനെ ട്രോളിക്കൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ള കാരണങ്ങൾ രേണുസുതി തന്നെ ഇട്ട് തന്നിട്ടാണ്, അല്ലെ? സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ നെഗറ്റിവിറ്റി വന്നാലും രേണുസുതി വീണ്ടും വീണ്ടും ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ട്രോളിക്കൊണ്ടേയിരിക്കും. അതിലൊക്കെ ഒരു കാരണമുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ശൈത്യന്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ ഒരു കാരണമില്ലാണ്ട് പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് വീണ്ടും അവരെ കുറിച്ച് ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ. അവർ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ട്രോളാം. അതിനൊരു ന്യായമുണ്ട്. ഇത് 2 കൊല്ലം മുന്നത്തെ കാര്യമൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു എന്തോ ഭയങ്കര ഓവറാണ്. അതുവഴി കൂടുതൽ ആളുകളുടെ കൈയടി കിട്ടും എന്ന് വിചാരിച്ചിട്ടാകാം പലരും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ട്രോളുന്നത്. പക്ഷെ എനിക്കെന്തോ അത് അംഗീകരിക്കാൻ പറ്റാത്ത പോലെ. എന്തായാലും ശൈത്യയെ സംബന്ധിച്ചിടത്തോളം ആള് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അല്ലെ? മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ആൾക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അതിന് താഴെ പൂര തെറിവിടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഇപ്പൊ ശൈത്യ ചെയ്ത് എന്താണെന്ന് അറിയോ? പുള്ളിക്കാരൻ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് ബോക്സ് എല്ലാം ഓഫ് ആക്കി വെച്ച്. കാരണം മനുഷ്യന് സ്വസ്ഥതയും സമാധാനമാണല്ലോ വലുത്. എന്തായാലും ശൈത്യന്റെ കാര്യം ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ശൈത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാത്ത ആൾക്ക് ഒരുപാട് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു കഥാപാത്രത്തിന്റെ അവസ്ഥ നേരെ തിരിച്ചാണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആൾക്കാരുടെ വായിൽ നിന്നും തെറി കേൾക്കാനുള്ള പാകത്തിൽ ഒരാൾ ഇവിടെ ഓടി നടന്ന് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല RJ ബിൻസി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇഷ്ടം പോലെ ഇന്റർവ്യൂസ് RJ ബിൻസി കൊടുത്തിട്ടുണ്ട്, അല്ലെ? ജസ്റ്റ് യൂട്യൂബിൽ RJ ബിൻസി ഇന്റർവ്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ RJ ബിൻസിയുടെ ഒരുപാട് ഇന്റർവ്യൂകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഇന്റർവ്യൂകളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആകെ കാണാൻ പറ്റുന്ന എന്താണ്? RJ ബിൻസി കുറെ അനുമോളെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ അപ്പാനി ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ മസ്താനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ ചാച്ചാന്റെ ഓട്ടോയെ കുറിച്ച് സംസാരിക്കുന്നു. ഈ 4 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ RJ ബിൻസിക്ക് സംസാരിക്കാനുള്ളൂ. പക്ഷെ ഇന്റർവ്യൂക്ക് ഒരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇന്റർവ്യൂകൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രോളുകളും RJ ബിൻസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ആളിപ്പോ ഇങ്ങനെ എയറിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റീസെന്റ് പുള്ളിക്കാരി ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ ആഴ്ച ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഏകദേശം ഒരു 17, 18, 20 കണ്ടസ്റ്റൻസിൽ ഏകദേശം ഒരു 50% പേരും അംഗീകരിക്കുന്നില്ല. എന്താണ് അനുമോളോട് ഇത്ര വെഞ്ചൻസ് എല്ലാവർക്കും? അനുമോൾ എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? അനുമോളോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു വിരോധം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോളൊരു അസൂയോ കുറെ പേര് കമന്റ് ഇടുന്നതാണ് അനുമോളോട് അസൂയ
അസൂയാണെന്ന്. എന്തിനാ അസൂയപ്പെടണം? ഷാരി ചേച്ചി കഴിഞ്ഞ സാറത്തോ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്തിനാ അനുമോളോട് അസൂയുന്നത്? ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഞങ്ങൾ എന്തിനാ അനുമോളോട് അസൂയപ്പെടണം? അനുമോള് ചെയ്ത ചില പ്രവൃത്തികള് നമുക്ക് ഭയങ്കര ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് അനുമോളോട് പേഴ്സണലി ആകെപ്പാട് ഒരു കാര്യത്തിന് മാത്രമുള്ള ദേഷ്യം, അതല്ലെങ്കിൽ അനുമോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. അനുമോള് ഹൗസിൽ ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാന്റെ അടുത്തൊരു ഫൈറ്റ് നടത്തുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു, എന്താ നീ കാരണം ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയത്, അല്ലെങ്കിൽ അവളോട് നിന്നാനേന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, അതായത് എന്നെ ആൾക്കാർ വന്ന് ടോർച്ചർ ചെയ്യുന്നു, അപ്പാനിയുടെ കാര്യം പറയുന്നു. അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം അനുവാണ് ഏറ്റവും ആദ്യം എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. മീൻസ് ഈ അപ്പാനായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അനു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അല്ലടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവിടെ തീർന്നു. അപ്പാനി മീൻസ് തമ്മിൽ ഭയങ്കര കൂട്ടാണ്, അവര് തമ്മിൽ എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവർ ആണ് എന്നൊക്കെ പറഞ്ഞ ആൾ അനുവാണ്. അപ്പാനിയും അക്ബറും ആര്യനും ഞാനും കൂടെ അക്ബറിക്കാടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ ബിൻസിയുടെ ക്ലീവേജ് കണ്ടു മോളെ. അപ്പൊ എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് അത് കാണുന്നുള്ള സാധനം ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാൾ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നുള്ളത്? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തോ ആയിക്കോട്ടെ. എനിവേ, ബിഗ് ബോസിനകത്ത് വെച്ച് അനുമോളും അപ്പാനി ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇവിടെ ആർജെ ബിൻസി സംസാരിച്ച് വെക്കുന്നത് അല്ലെ. ഇവിടെ എനിക്ക് ആർജെ ബിൻസിയോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഇനിയും നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കും തോറും നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഓഡിയൻസിന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ബിഗ് ബോസിനകത്ത് വെച്ച് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷനും പുറത്ത് നിന്ന് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇന്റർവ്യൂകളൊക്കെ വന്നിരുന്ന് അതിനെ കുറിച്ച് ഇങ്ങനെ ന്യായീകരിക്കാതിരിക്കുക. അത് പുറമെ നിന്ന് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുക നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങൾ സ്വയം വെളുപ്പിക്കുകയാണെന്നുള്ളതായിരിക്കും. ഇപ്പൊ ആർജെ ബിൻസിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇന്റർവ്യൂകളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റ്സ് എന്താണ്? സ്വയം വെളുപ്പിക്കുകയാണ്, സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണ്. അതാണ് ഇപ്പൊ നിലവിൽ അക്ബറിനെ പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ ആദിലെ നൂറെ പോലുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ചെയ്യുന്നത് നോക്കൂ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ബിഗ് ബോസിനകത്ത് വെച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അക്ഷരം അവർ മിണ്ടുന്നില്ല. പറയുമ്പോൾ ബിഗ് ബോസിനകത്ത് വെച്ച് അനുമോൾക്കെതിരെ ഗെയിം കളിച്ച ആൾക്കാരാണ് ഈ പറയുന്ന അക്ബറും ആദിൽ നൂറയും ഒക്കെ. അവർക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഒരു മാസത്തേക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു നടക്കാമായിരുന്നു. പക്ഷെ അവർ മിണ്ടുന്നില്ല. കാരണം അവർക്കറിയാം അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പുറത്തു നിന്നും അവരെ കടിച്ചു കീറാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ബിഗ് ബോസിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് പുറത്ത് മൗനം പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. മാക്സിമം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ റീച്ചും ഫെയിമും വെച്ച് എന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ബിഗ് ബോസിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. അതിനൊക്കെ നെവിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നെവിനോട് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദ്യം ചോദിച്ചപ്പോൾ നെവിന്റെ മറുപടികളൊന്ന് കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ആനയുടെ എഴുന്നള്ളിപ്പും കഴിഞ്ഞു, ആനപ്പാപ്പൻ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആന ഇപ്പോഴും സംസാരിക്കാണ്. ശൈത്യക്കൊന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഓക്കെ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അത് അവിടെ മറ്റേ ഉത്സവം കഴിഞ്ഞു, ആനപ്പാപ്പൻ അവിടെ വീട്ടിലുണ്ട്. എന്നിട്ടും ആനവാലിൽ തന്നെയാണല്ലോ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. പോയി. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, പക്ഷേ ഞാനൊന്നും കൂടി സ്റ്റാൻഡേർഡ് ആക്കിയതാണ്. അതാണ് നല്ല കുറിക്ക് കൊള്ളുന്ന മറുപടിയാണ് ഇവിടെ നെവിൻ പറഞ്ഞത് അല്ലേ. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ ആർജെ ബിൻസിയോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഇങ്ങനെ ഇന്റർവ്യൂകൾ ഇങ്ങനെ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന അവസാനിപ്പിക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ നെഗറ്റിവിറ്റി വാരി കൂട്ടുന്നത് അല്ല. പക്ഷെ അപ്പാനി ശരത്ത് ആർജെ ബിൻസിയുടെ ഹിപ്പിൽ തൊട്ടു, അത് ആർജെ ബിൻസി നന്നായി സുഖിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ ക്ലിപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇത് 2 ആഴ്ച മുന്നുള്ള ക്ലിപ്പാണ്. ഇന്ത്യൻസിൽ ഒരുത്തും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. പക്ഷെ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച മറ്റൊന്നുമല്ല, ഈ വീഡിയോ എടുത്തവനെ കുറിച്ചാണ്. ഏതോ ചെടീന്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഈ ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലെ. എന്തായാലും ഇപ്പൊ ഈ ക്ലിപ്പ് വെച്ച് അപ്പാനി ശരത്തിനെയും ആർജെ ബിൻസിയും ഒക്കെ മോശമാക്കിക്കൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പാനി ശരത്തിന്റെ കൈ ആ ഹിപ്പിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ തൊടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, യാദൃശികമായി ഒരാൾ നമ്മുടെ ഹിപ്പിൽ കയറി പിടിക്കുന്ന സമയത്ത് നമുക്കൊരു റിഫ്ലക്സ് റിയാക്ഷൻ ഉണ്ടാകും അല്ലെ. നമ്മളൊന്ന് തെന്നി മാറുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ അവിടെ ഇടും. അത്തരം റിഫ്ലക്സ് റിയാക്ഷൻ ഒന്നും ഇവിടെ ആർജെ ബിൻസിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആർജെ ബിൻസിയുടെ ഹിപ്പിൽ ഈ പറയുന്ന അപ്പാനി ശരത്ത് തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും വ്യക്തമല്ല. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ്. നമുക്കൊരു ക്ലിപ്പ് കൊണ്ടുവന്ന് ഏത് തരത്തിലും അതിനെ വളച്ചൊടിക്കാം അല്ലെ. അതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. എന്തായാലും ഈ ക്ലിപ്പ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നവൻ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് ഇവിടെ നന്നായി മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നവന്റെ ഇന്റൻഷൻ നടന്നു കേട്ടോ. അവനിപ്പം 10 മണിക്കൂർ കൊണ്ട് 1 ലക്ഷത്തിന് മുകളിൽ വ്യൂസും കയറി. പക്ഷെ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഓഡിയൻസിനോടാണ്, ഈ ചെയ്ത പരിപാടി ശരിയാണോ? ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു ക്ലിപ്പും
പൊത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശമായി പ്രചരണം നടത്തുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനായിട്ട് ഇവിടെ അഭിപ്രായം പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ആർ ജെ ബിൻസിക്ക് ഓൾറെഡി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആർ ജെ ബിൻസിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞു ഞാൻ ആർ ജെ ബിൻസിയെ വെള്ളപൂശാണെന്ന് കാണുന്ന പലരും പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എന്തായാലും ഈ ക്ലിപ്പ് അനുമോൾ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് നല്ലോണം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഇപ്പൊ അനുമോളെ വെള്ളപൂശാൻ കിട്ടിയ ഒരു സുവർണാവസരമാണല്ലോ ഇത്. നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നടക്കട്ടെ, വെള്ളപൂശലൊക്കെ നടക്കട്ടെ. ഈ വെള്ളപൂശൽ ഏത് വരെ പോകുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.